റേഷൻ കെട്ടിലെ ഉണക്കലരി വെച്ച് നല്ലൊരു പായസമാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. തേങ്ങാപ്പാലൊന്നും ഇല്ലാതെ പാക്കറ്റ് പാലിലാട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. ഒരു 240 ml അളവിലൊക്കെ വരുന്ന ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഇത്. ഇനി ഈ അരി 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കേക്ക് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അരി എടുത്ത ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ സാധാരണ ഒഴിക്കാറ്. അരിക്ക് നല്ല വേവുള്ളതുകൊണ്ടും പായസത്തിന് പിന്നെ നല്ലപോലെ അരി വെന്ത് കിട്ടാനും വേണ്ടിയാട്ടോ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ അരി വെന്ത് കിട്ടും. ഇനി കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടിയിലൊന്നും പിടിക്കാതെ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടോട്ടൽ ഇതിലേക്ക് നമ്മൾ അരിയെടുത്ത ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാരയായിട്ട് ആവശ്യമുള്ളത്. അതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഇപ്പോൾ കാരമലൈസ് ചെയ്യുന്നത്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ വേണം പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം പഞ്ചസാര ഇതുപോലെ ഒന്ന് വെച്ചെടുക്കണം. കുറച്ചൊന്ന് മെൽറ്റായി വരുമ്പോൾ മാത്രം കയ്യിലോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര ഇതുപോലെ ഒന്ന് കട്ട പിടിച്ച് നിൽക്കും. അത് ചൂടാകുമ്പോൾ താനെ മെൽറ്റായി പോകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. 500 ml 2 പേക്ക് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് അരിയിട്ട് കൊടുത്ത് കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 1/4 മണിക്കൂർ അടുപ്പത്ത് തന്നെ വെക്കട്ടത്. പാല് നല്ലതുപോലെ ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോഴേ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അതുപോലെ നല്ല കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ നമ്മുടെ പായസം റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് അത് ഉണ്ടാക്കാൻ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.